ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഘർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ടും സൗദി അറേബ്യയും UAEയും പോലുള്ള ശക്തമായ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇറാനെ തിരിച്ചാക്രമിക്കാത്തത്? ഭയമാണോ ഇതിനു പിന്നിൽ, അതോ മറ്റെന്തെങ്കിലും ഈ മൗനത്തിന് പിന്നിലുണ്ടോ? മിഡിൽ ഈസ്റ്റിലെ ഈ നിർണായക സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ദി നൈൽ ഡിക്കോഡ്. യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടല്ല അവർ മിണ്ടാതിരിക്കുന്നത്. സൗദി അറേബ്യയും UAEയും പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറാണ് പ്രതിരോധത്തിനായി ചെലവാക്കുന്നത്. അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇവരുടെ പക്കലുണ്ട്. ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഹൈടെക് സിസ്റ്റങ്ങൾ ഇവർക്കുണ്ട്. പക്ഷേ ആയുധങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാത്തതിന് പിന്നിൽ വളരെ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പോലുള്ള വമ്പൻ പ്രൊജക്ടുകൾ സക്സസ് ആകണമെങ്കിൽ ആ റീജിയനിൽ സമാധാനം അത്യാവശ്യമാണ്. ഒരു ചെറിയ യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പോലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് പിന്മാറും. അത് ഗൾഫ് രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ആകെ തകിടം മറിക്കും. പ്രത്യേകിച്ച് ദുബായ് പോലെ ഒരു സിറ്റിയിൽ ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായാൽ പോലും അവിടുത്തെ ടൂറിസം സെക്ടർ ഫുള്ളായി കൊളാപ്സ് ആകും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എക്കണോമിയെ ഒരു വാർ സോൺ ആക്കി മാറ്റാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രധാന വെല്ലുവിളി കുടിവെള്ളവും ഭക്ഷണവുമാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ 90% വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഡീസാലിനേഷൻ പ്ലാന്റ്സ് ആണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ഈ പ്ലാന്റുകളെ ആയിരിക്കും. ഇത് സംഭവിച്ചാൽ വെറും ദിവസങ്ങൾക്കുള്ളിൽ നഗരങ്ങൾ ദാഹിച്ചു വലയുന്ന സാഹചര്യം വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിനായി മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സമുദ്രപാതകൾ ബ്ലോക്ക് ആകുമ്പോൾ വലിയൊരു ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകും. അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷയും ഒരു വലിയ ഘടകമാണ്. രാജ്യത്തിനകത്തുള്ള വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കാനും ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാനും ഇറാൻ ശ്രമിച്ചേക്കാം എന്ന് ഭരണാധികാരികൾ ഭയപ്പെടുന്നുണ്ട്. ഇത് പുറത്തുനിന്നുള്ള യുദ്ധത്തേക്കാൾ അപകടകരമാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിന്റെ കാര്യം നോക്കിയാൽ ഒരു യുദ്ധമുണ്ടായാൽ ഓയിൽ പ്രൈസ് കുത്തനെ കൂടും. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കും. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്താൻ അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ ഇടപെടലിലൂടെ ഉണ്ടായ സമാധാന കരാറുകളും അമേരിക്കയുടെ നിലപാടുകളും ഒക്കെ പരിഗണിക്കുമ്പോൾ ഒരു യുദ്ധത്തേക്കാൾ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെ നോക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ എടുക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനമാണ്. വൈകാരികമായി പ്രതികരിക്കുന്നതിനേക്കാൾ പ്രായോഗികമായി ചിന്തിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് കാൽക്കുലേഷൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചടിക്കണോ അതോ ഈ സംയമനമാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.